ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഈ കോസ്റ്ററാണ്. രണ്ടു വശം അങ്ങനെ തന്നെ വരും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇത് നമ്മൾ ഇതിനകത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. രണ്ട് കളറും രണ്ട് യാണ് ഇതിനകത്ത് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. ഈസിയാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 3mm ഒരു ഹുക്കാണ്. പിന്നെ ഈ രണ്ട് കളറും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് റെഡ് കളർ വെച്ചിട്ടാണ്. 22 സ്റ്റിച്ചസ് ആണ്. ഓക്കെ, 22 സ്റ്റിച്ചസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 22 സ്റ്റിച്ചസ് ആയി. ഇനി നമ്മൾ ചെയ്യുന്നത് സൂക്ഷിച്ച് വാങ്ങിക്കണം. നമ്മൾ രണ്ടെണ്ണം വിട്ടിട്ട് ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തൂടെ ഇങ്ങനെ യാൺ എടുത്തു, സിംഗിൾ ക്രോഷ്യേക്ക് എടുക്കുന്ന പോലെ യാൺ എടുത്തു. അതിനുശേഷം നമ്മളൊന്ന് ചുറ്റിയിട്ട് അതേ സ്റ്റിച്ചിനകത്തോട്ട് തന്നെ നമ്മൾ യാൺ ഇട്ടു. നമ്മൾ ആ യാൺ തിരിച്ചെടുത്തു, ഹാഫ് ഡബിൾ ക്രോഷ്യേക്ക് എടുക്കുന്ന പോലെ. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഒന്ന് ചെയ്യുന്നത് പോലെ. അപ്പം അതിനകത്ത് 4 സ്റ്റിച്ച് ഉണ്ടായിരിക്കും. അപ്പം ഈ 4 സ്റ്റിച്ചിനകത്തൂടെ നമ്മൾ ഒന്നിച്ചെടുത്തു. ഇതാണ് ഈ ഇതിന് വേണ്ടി എടുക്കേണ്ട സ്റ്റിച്ച്. എന്നിട്ട് ഒരു ചെയിനും കൂടെ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് തുടർച്ചയായിട്ട്. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. അടുത്ത ചെയ്യേണ്ടത് ഒരു ചെയിൻ വിട്ടിട്ടാണ്. ഈ ചെയിൻ നമ്മൾ ചെയ്യുന്നില്ല. ഈ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ സിംഗിൾ ക്രോഷ്യേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ചുറ്റിയിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യേക്ക് ചെയ്യുന്നത് പോലെ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ 2, 3, 4 എണ്ണം ഉണ്ട് അതിനകത്തൂടെ എടുത്തു. അപ്പം ഇങ്ങനെ നമ്മൾ വരെ എത്തി കഴിയുമ്പോൾ ഇതിനകത്ത് 11 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കും. അത് ചെയ്തിട്ട് വരാം. അപ്പം നമുക്ക് അത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 11 സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സ്റ്റിച്ചസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 11 എണ്ണം ഉണ്ട്. സൈസ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ഈവൻ നമ്പർ ചെയ്യരുത്, ഓഡ് നമ്പറേ ചെയ്യാവുള്ളൂ, ഒറ്റ സംഖ്യ ചെയ്യാവുള്ളൂ. കാരണം നടുക്കത്തെ സ്റ്റിച്ചിൽ വേണം നമുക്ക് ഇത് വരാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഈ ഓരോ സ്റ്റിച്ചാണിത് കണ്ടോ. ഓരോ സ്റ്റിച്ചിന്റെ ഇപ്പുറം നമുക്ക് ഇങ്ങനൊരു സ്പേസ് കിട്ടും. ഇങ്ങനൊരു സ്പേസ് കിട്ടും. ഈ സ്പേസിനകത്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെയിം ആണ് ചെയ്യേണ്ടത്. നമ്മൾ സിംഗിൾ ക്രോഷ്യേക്ക് ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യേക്ക് ചെയ്യുന്ന കണക്ക് ചെയ്തു. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളൊരു ചെയിൻ ഇട്ടു. ഈ ഒരു ചെയിൻ മറക്കരുത്. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഈ സ്പേസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. രണ്ടാമത്തേന് ഇതിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ വരുന്ന സ്പേസ്. അപ്പോൾ ഈ സ്പേസിനകത്താണ് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യേക്ക് ചെയ്യേണ്ടതുപോലെ ചെയ്തു. പിന്നെ ചെയിൻ ഇട്ടു. മൂന്നാമത്തേനകത്തും ചെയ്തു. ചെയിൻ ഇട്ടു. അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5 ഈ ഗ്രീൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ യാൺ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ യാൺ ഇങ്ങനെ ഒന്ന് ഇതിനകത്തേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ റെഡെ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ റെഡിൽ നമ്മൾ നന്നായിട്ടൊന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആയിരുന്നോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്രീൻ യാൺ ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗ്രീൻ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഈ റെഡ് എപ്പോഴും ഇതിൻ്റെ താഴെ കൂടെ കൊണ്ടുവരണം തന്നെ. അപ്പം ഇനി നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതൊന്ന് പിടിച്ചുകൊണ്ട് ഹോള് കണ്ടുപിടിക്കുക. ഹോളിനകത്തോട് നമുക്ക് കൊടുത്തെടുക്കാം. ഇങ്ങനെ എടുക്കുക, ചുറ്റിയെടുക്കുക, 4 ഉണ്ടോ നോക്കുക, ഒരു ഇതും കൂടി ഇട്ട് സെക്യൂർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. ആ ഒരു റോയിൽ രണ്ടാമത്തെ റോയിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് റെഡ് ചെയ്യാം. പ്രയാസമൊന്നുമില്ല. ഇനി നമുക്ക് റെഡ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. റെഡ് കൊടുത്തു. നമ്മൾ ബാക്കി ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ, മുമ്പേ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ ഇതാണ് ഹോള്. അതിനകത്തോട്ട് കേട്ടോ. ഇനി അങ്ങനെ ഫുള്ള് ചെയ്തെടുക്കാം. ഇതിവിടെ ഫുള്ള് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ അറ്റം വരെ ചെയ്തു. ഇനി ഏറ്റവും ലാസ്റ്റത്തേതും കൂടെ ചെയ്യാം. ലാസ്റ്റത്തെ ചെയ്യുമ്പോഴത്തേക്കും
നമ്മൾ ഹോള് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസപ്പെടല്ലേ. അതുപോലെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതും കൂടെ ഹോളിനകത്ത് ആഡ് ചെയ്ത് ചെയ്യാം. അപ്പോൾ അത് ടൈറ്റായിട്ടിരുന്നോളൂ. ഓക്കെ, ഒരു സ്റ്റിച്ച് ഇട്ട് തിരിക്കുക. തിരിച്ചതിന് ശേഷം ഇനി നമ്മൾ നോക്കുക. ഇനി നമ്മൾക്ക് ഈ ഗ്രീൻ ചെയ്യുന്നവരെ ഈ 5 എണ്ണം ഈ ഗ്രീനും സെയിം ആണ്. ഈ ഗ്രീനിൻ്റെ ഇപ്പറേ ഒരെണ്ണം ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 എണ്ണം റെഡ് തന്നെ ചെയ്യുക, 6ാമത്തെ ഗ്രീൻ ചെയ്യുക, 7ാമത്തെ ഗ്രീൻ ചെയ്യുക, പിന്നെ ഉള്ളത് നമ്മൾ റെഡ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ 5 റെഡ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ 5 സ്റ്റിച്ച് റെഡ് ചെയ്തു. നമുക്ക് ചെയ്യേണ്ടത് ഗ്രീനാണ്. അടുത്തതും ഗ്രീൻ തന്നെയാണ് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റിച്ച് വരുമ്പോൾ വീണ്ടും നമുക്ക് റെഡാണ് ആഡ് ചെയ്യേണ്ടത്. റെഡ് ആഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് റെഡിൽ ചെയ്യാം. ഈ പ്രാവശ്യം റെഡ് യാൻ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രീൻ യാൻ ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് എടുത്തുകൊണ്ട് പോകും. കാരണം നമുക്കിനി അടുത്തത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുന്നേ ഗ്രീൻ വേണ്ടത് കൊണ്ട് ഈ സൈഡിൽ ഗ്രീൻ എത്തിക്കാൻ വേണ്ടി ഗ്രീനും കൂടെ ഈ കൂട്ടിലെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ചെയ്തിട്ട് പിന്നെ ഗ്രീൻ കൂടെ കൊണ്ടുപോയിട്ടാണ് ചെയ്യുന്നത്. ഈ അറ്റത്തെ സ്റ്റിച്ചിൽ ഗ്രീൻ ഇല്ല. അപ്പം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അങ്ങേ അറ്റത്തേക്ക് ഗ്രീൻ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ടേൺ ചെയ്യാം. ഇനി നമ്മൾ നോക്കിയാൽ ഇവിടുന്ന് ആദ്യത്തെ സ്റ്റിച്ചിൽ ഗ്രീൻ ഇല്ല, റെഡാണ്. അപ്പം നമ്മൾ ഒരെണ്ണത്തിൽ റെഡ് വെട്ടിട്ട് ബാക്കി എല്ലാ ഇങ്ങേ അറ്റത്ത് വരെ നമ്മൾ ഗ്രീൻ ചെയ്യുക. ഏറ്റവും ഇങ്ങേ അറ്റത്തിനകത്ത് റെഡ് ചെയ്യുക. അപ്പം ഏറ്റവും ആദ്യത്തേനകത്ത് നമ്മൾ റെഡ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ റെഡ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഗ്രീനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇത് ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരത്തുള്ളൂ. പിന്നെ ഇത് ബുദ്ധിമുട്ടൊന്നും ആകത്തില്ല. ഇത് നമ്മളൊന്ന് പുള്ളി ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്രീനാണ്. ഇപ്പോൾ ഗ്രീൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനെ ഗ്രീൻ യാൺ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ അത് കൂട്ടി നമുക്ക് ചെയ്യാം. അപ്പം നമുക്കത് കാണത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന അത് അതിനകത്ത് ഉള്ളതല്ല, അവിടെ കിടന്ന റെഡി അത് ചെയ്യണമെന്നില്ല, സെക്യൂർ ആക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നമുക്കത് കാണത്തില്ല. അങ്ങനെ കുറച്ച് ട്രിക്സ് ചെയ്യും. അപ്പം ഇനി നമ്മൾ എല്ലാത്തിനകത്തും ഗ്രീനാണ് ചെയ്യുന്നത്. ഈ റെഡ് നമ്മൾ സെക്യൂർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ സ്റ്റിച്ച് ചെയ്യേണ്ടത് റെഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ ഈ റെഡ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്താണ് കൊണ്ടുവന്നത്. ഈ ഒരു നമ്മൾ ഗ്രീൻ കളർ ചെയ്യുമ്പോൾ റെഡ് കൂടെ കൊണ്ടുപോകണം. പക്ഷേ റെഡ് കളർ ചെയ്യുമ്പോൾ ഗ്രീൻ കളർ കൂടെ കൊണ്ടുപോകണ്ട. അങ്ങനെ ഓർത്തിരിക്കാനായിട്ട് എളുപ്പമുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലാസ്റ്റത്തെ റെഡ് ചെയ്യാം. നമുക്ക് ടേൺ ചെയ്യാം. ഓക്കെ, ടേൺ ചെയ്ത് കഴിയുമ്പോൾ 2 വശം ഒരുപോലെ ഇരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 2 വശം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ഈ തിരിച്ച് വെച്ചിട്ട് ചെയ്യുമ്പം ഇവിടം വരെ ഏറ്റവും അവസാനത്തെ ഗ്രീൻ വരെ സെയിം ആണ് ചെയ്യേണ്ടത്. അവസാനത്തെ ഗ്രീന് വരെ റെഡ് കൊടുക്കണം. ഇത് ഇതിനകത്തൊരു ട്രിക്കാണ്. നമ്മളെപ്പോഴും നോക്കിയാൽ മതി. നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പം ഈ ആദ്യത്തെ ഗ്രീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഫുള്ളുള്ള ഗ്രീൻ ചെയ്തിട്ട് തിരിച്ച് ചെയ്യുന്ന സ്റ്റെപ്പ് തൊട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ ഗ്രീന് വരെ റെഡ് കൊടുക്കണം. തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടം വരെ സെയിം ആയിരിക്കും. ഈ ഏറ്റവും അവസാനത്തെ ഗ്രീൻ റെഡ് ആയിരിക്കും, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അപ്പം അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് എവിടെയാണ് റെഡ് എവിടെയാണ് ഗ്രീൻ എന്ന് ഡൗട്ട് വരും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെറ്റി പോകത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തേന് റെഡ് കൊടുത്തു.
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഗ്രീനിലേക്ക് ചേഞ്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പുള്ളി ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ രണ്ടാമത്തേത് ഗ്രീന്, രണ്ടാമത്തേത് തൊട്ട് അങ്ങ് വരെ നമ്മൾക്ക് ഗ്രീന്. അപ്പം നമ്മൾ ഈ ഗ്രീൻ്റെ ലാസ്റ്റത്തെ ഗ്രീൻ്റെ തൊട്ട് മുമ്പുള്ള ഗ്രീൻ വരെയുള്ളത് നമ്മൾ ഗ്രീൻ ചെയ്തു. ഈ ലാസ്റ്റത്തെ ഗ്രീൻ എപ്പോഴും മാറ്റണം, അതിന് പകരം നമ്മൾ റെഡ് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഗ്രീൻ ഷിഫ്റ്റ് ചെയ്തിട്ട് റെഡ് ആഡ് ചെയ്തു. അപ്പം എപ്പോഴും റെഡ് ഒരെണ്ണം ഏറ്റവും ലാസ്റ്റ് വരുമ്പം റെഡ് ഒരെണ്ണം കൂടുതലായിരിക്കും. അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ റെഡ് ഒരെണ്ണം ചെയ്യേണ്ടത് കൂടുതലായിരിക്കും. ഇത് നമുക്ക് ഈ എക്സ്ട്രാ വലുതായിട്ട് കിടക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് ചെയ്യുവാണെങ്കിൽ ഈ അറ്റം നല്ല ഓക്കെ. നമുക്ക് തിരിക്കാം. അപ്പം ഇവിടെ വരുമ്പം നമ്മൾ ഇവിടം വരെ സെയിമാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ഇപ്പം അപ്പുറ വശത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തോ അത് തന്നെ നമ്മൾ ഈ വശത്ത് ചെയ്യണം. അപ്പം നമ്മൾ 2 എണ്ണം റെഡ് കൊടുത്തായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ 2 എണ്ണം റെഡ് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ ഗ്രീനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തേത് ഗ്രീന്, രണ്ടാമത്തേത് തൊട്ട് അങ്ങ് വരെ നമ്മൾക്ക് ഗ്രീന്. നമ്മൾ റെഡ് കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഗ്രീൻ എപ്പോൾ ചെയ്താലും നമ്മൾ റെഡും അതിൻ്റെ അടിയിൽ പിടിച്ചിട്ട് നമ്മൾ ചെയ്യും. എന്നാലും നമുക്ക് അങ്ങ് ചെല്ലുമ്പോൾ റെഡ് ഉണ്ടായിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിലും ചെയ്യാം, പക്ഷേ ഇച്ചിരി പ്രയാസമായിരിക്കും അത്. ഇല്ലെങ്കിലും ഈ ഗ്രീൻ്റെ ലാസ്റ്റത്തെ ഗ്രീൻ്റെ തൊട്ട് മുമ്പുള്ള ഗ്രീൻ വരെയുള്ളത് നമ്മൾ ഗ്രീൻ ചെയ്തു. ഈ ലാസ്റ്റത്തെ ഗ്രീൻ എപ്പോഴും മാറ്റണം, അതിന് പകരം നമ്മൾ റെഡ് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഗ്രീൻ ഷിഫ്റ്റ് ചെയ്തിട്ട് റെഡ് ഒരെണ്ണം ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ റെഡ് ഒരെണ്ണം കൂടുതലായിരിക്കും. അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ റെഡ് ഒരെണ്ണം ചെയ്യേണ്ടത് കൂടുതലായിരിക്കും. ഇത് നമുക്ക് ഈ എക്സ്ട്രാ വലുതായിട്ട് കിടക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് ചെയ്യുവാണെങ്കിൽ ഈ അറ്റം നല്ല ക്ലീൻ ആയി. ഓക്കെ, നമുക്ക് തിരിക്കാം. അപ്പം ഇവിടെ വരുമ്പം നമ്മൾ ഇവിടം വരെ സെയിമാണ് ചെയ്യേണ്ടത്. അത് ഞാനൊരു ഡയഗ്രാം വരച്ച് കാണിക്കാം. അപ്പോൾ ഒന്നിനകത്ത് ചെയ്ത് ഇവിടെ വന്നു, രണ്ടാമത്തേനകത്ത് ഇങ്ങനെ ചെയ്തു. നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് വന്നു. അപ്പോൾ ഇവിടുത്തെ ഒരെണ്ണം കുറച്ചു, ഈ ഗ്രീൻ കുറച്ചു, 2 എണ്ണം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സെയിം ചെയ്ത് വരിക. പിന്നെ ഇവിടെ അറ്റത്ത് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇതൊരെണ്ണം കുറച്ചു. അപ്പോൾ ഈ 2 എണ്ണം ഉണ്ടോ, ഈ ഗ്രീന് പകരം റെഡ് ചെയ്തു. ഇത് റെഡാണ്. അത് കഴിയുമ്പോൾ റെഡ് അല്ലെങ്കിൽ വൈറ്റ്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് വൈറ്റ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ ഗ്രീൻ കളഞ്ഞു, അവിടെയും കൂടെ റെഡ് ചെയ്തു, 3 എണ്ണമായി. അപ്പോൾ അത് സെയിം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ ഗ്രീൻ കളഞ്ഞു, 3 എണ്ണം ചെയ്തു. അത് സെയിം ചെയ്ത് വന്നിട്ട് നമ്മൾ ഇവിടെ വരുമ്പം ഈ ഗ്രീൻ കളഞ്ഞു, അവിടെ റെഡ് ചെയ്തു. തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഗ്രീൻ കളഞ്ഞു, അവിടെ റെഡ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഫുള്ള് റെഡ് ചെയ്തു. ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ എല്ലാ ഗ്രീനും ചെയ്തിട്ട് ഇവിടം വരെ എത്തിയിട്ട് ഈ ഗ്രീനാണ് കളയേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മളത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഗ്രീൻ കളയുവാണ്, അതിന് വരെ നമ്മൾ റെഡ് കൊടുക്കുവാണ്. തിരികെ ചെയ്യുമ്പോഴത്തേക്കും ആ സെയിം റെഡ് 2 എണ്ണം കൊടുക്കുന്നു. നമ്മൾ ഇത്രയും ഗ്രീൻ ചെയ്തിട്ട് ഈ ഗ്രീൻ എത്തുമ്പം വരാം. അപ്പം നമ്മൾ ഇവിടം വരെയുള്ള ഗ്രീൻ ചെയ്തു. ഇനിയിപ്പോൾ ഈ ഗ്രീന് പകരം റെഡ് ആഡ് ചെയ്യാണ്. ഈ ലാസ്റ്റത്തെ ഗ്രീന് പകരം റെഡ് ആഡ് ചെയ്യുക. അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ലാസ്റ്റത്തേന് പകരം റെഡ് ആഡ് ചെയ്യുക. ബാക്കിയുള്ളതും റെഡ് തന്നെ ചെയ്ത് പോവുക. ഇതാണ് അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. തിരിക്കുക.
ഓക്കെ, ഇവിടെ നമ്മൾ ഓരോ റെഡ് ആഡ് ചെയ്യുമ്പം ഈ വശത്ത് നമുക്ക് കൂടി വരും. അപ്പോൾ ഇവിടം വരെ ഗ്രീൻ ചെയ്യുക, പിന്നെ ഈ ഗ്രീൻ കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ മോളി ചെയ്ത് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് നമുക്ക് ഈ ഗ്രീൻ കട്ട് ചെയ്ത് 1 ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും മുകളിൽ ഒരു ലെയറും കൂടി ഉണ്ടാവും. ആ ഏറ്റവും മുകളിലത്തെ ലെയർ കേട്ടോ, ഈ 2 ഗ്രീനകത്ത് ഒരു ഗ്രീനും കൂടെ കട്ട് ചെയ്ത് ഈ ഗ്രീൻ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ ലെയർ ഉണ്ടാവും. ആ ലെയർ ഫുള്ള് റെഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇത്. അപ്പം നമുക്ക് ഏതൊക്കെ കളറിൽ വേണേലും ചെയ്യാം. ആ പിക്ചറിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന 9 സ്റ്റിച്ചസ് ആണ്. അപ്പോൾ 9 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരെ ചെറുതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം തീരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ വലുതായിട്ട് 11 സ്റ്റിച്ച് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 9 എടുക്കാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ 11 എടുക്കാം. 11 എടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് കാണാനും മാത്രമേ ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ ഇവിടം വരെ 2 എണ്ണമായി കഴിയുമ്പോൾ കാണിക്കാം. ഇപ്പം 3 എണ്ണാണുള്ളത്. ഇനി കളയേണ്ടത് ഈ ഗ്രീനാണ്. നമ്മൾ ഈ ഗ്രീന് വരെ റെഡ് ചെയ്യുന്നു. നമ്മൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. 2 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ഗ്രീനിന് പകരം ഈ ഒരു റെഡും കൂടെ ചെയ്യുന്നതോടെ നമ്മുടെ ക്രിസ്മസ് ട്രീ കംപ്ലീറ്റ് ആവും. കണ്ടോ, ക്രിസ്മസ് ട്രീ ചെയ്യാനില്ല. ഇനി നമുക്ക് ഫുള്ള് ചെയ്യാനുള്ളത് റെഡ് തന്നെയാണ്. അപ്പം നമ്മൾ എല്ലാ റെഡിലും കൂടെ ചെയ്തെടുത്തിട്ട് ഏറ്റവും ലാസ്റ്റത്തെ നമ്മളുടെ ഒരു ലെയർ ഉണ്ട്. ആ ലെയർ ഫുള്ള് നമ്മൾ റെഡാണ് ചെയ്യുന്നത്. നമ്മൾ ഗ്രീൻ നമുക്ക് ഒന്നേ ഉള്ളൂ. നമുക്ക് ഗ്രീൻ ചെയ്യാനില്ല. അപ്പം നമ്മൾ ഗ്രീന് പകരം റെഡ് തന്നെയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഫുള്ള് നമ്മൾ ചെയ്യുന്നത് റെഡാണ്. ഈ ആദ്യത്തെ ഈ 1, 2, 3 ലെയർ കറക്റ്റായിട്ട് ചെയ്യാം. അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ നമുക്ക് ബാക്കിയുള്ളതിന് ഈ ലാസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ഗ്രീൻ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഗ്രീൻ കളയാനായിട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാൻ 2ഉം കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് സെക്യൂർ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോക്കകത്ത് കാണാം. അതുവരെയ്ക്കും ബൈ.